പണിയെടുക്കാതെ PR വർക്കുകളും സ്വജനപക്ഷപാതവും വിഡ്ഢിത്തവും അഹങ്കാരവും അമ്പയെ പരാജയപ്പെട്ടു പോയ സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടും കണ്ടുകൊണ്ട് മൂന്നാമത് വീണ്ടും തുടർഭരണം ലഭിക്കും എന്ന ഉറച്ചു കരുതിയ ഒരു പാർട്ടി സെക്രട്ടറിയും ഒരു മുഖ്യമന്ത്രി. ഇപ്പോൾ ശൈലജ ടീച്ചർ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയതും നാം കണ്ടു. ശൈലജ ടീച്ചർ ഉറപ്പായും ജയിക്കുമായിരുന്ന സിറ്റിംഗ് സീറ്റിൽ നിന്നും പാർട്ടി സെക്രട്ടറിയുടെ പത്നിക്ക് വേണ്ടി ടീച്ചറെ താല്പര്യമില്ലാഞ്ഞിട്ടും കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലത്തിലേക്ക് മാറ്റി മത്സരിപ്പിച്ചു. അതും സിറ്റിംഗ് MLA ആയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് എതിരായി. ഒരുപക്ഷെ LDF അധികാരത്തിൽ വന്നാൽ ശൈലജ ടീച്ചർ തോക്കണം എന്നത് അവരുടെ ആവശ്യമായിരുന്നു. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ടീച്ചറുടെ പേര് ഉയർന്നു വരുമായിരുന്നു. ഇതുപോലെ തന്നെയല്ലേ സഖാവ് VS അച്യുതാനന്ദനോടും ഇവർ കാണിച്ചത്. ആ ജനപ്രിയ നേതാവിനെ ഇടംവലം അനങ്ങാൻ കഴിയാത്തവണ്ണം വരിഞ്ഞു മുറുക്കിയില്ലേ അന്നത്തെ പാർട്ടി നേതൃത്വം. അദ്ദേഹത്തിന്റെ സർക്കാരിന് തുടർഭരണം ലഭിക്കുമെന്ന ഘട്ടത്തിൽ കൂടെ നിന്ന് കാലുവാരിയില്ലേ നിങ്ങൾ. ഒടുവിൽ VSനെ മുന്നിൽ നിർത്തി ജയിച്ചു പാർട്ടി കയറിയപ്പോൾ അദ്ദേഹത്തെ പിന്നിലാക്കി മുന്നിൽ വന്നതല്ലേ സാക്ഷാൽ പിണറായി വിജയൻ. സഖാവ് ഗൗരിയമ്മയോടും ഈ പാർട്ടി ചെയ്തതും ഇത് തന്നെയല്ലേ. കടുത്ത അനീതിയല്ലേ ഈ പാർട്ടിക്ക് വേണ്ടി ജയിലറകളിൽ 3 മുറകൾക്ക് വിധേയയായ ആ പാവം സഖാവിനോട് ഈ പാർട്ടി ചെയ്തത്. വനിതാ മുഖ്യമന്ത്രി എന്ന് ഉയർത്തിക്കാട്ടി അധികാരം ലഭിച്ചപ്പോൾ സഖാവ് EK നായനാർ മുഖ്യമന്ത്രിയായി. അങ്ങനെ എത്ര വഞ്ചനകളുടെ കഥവും. പാർട്ടിയുടെ ഇത്തരം പ്രവണതകളിൽ മനമടുത്ത് പാർട്ടി വിട്ടുപോയ സഖാക്കളുടെ എണ്ണം വല്ലതും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ പാർട്ടി നേതൃത്വമേ?